അപ്പൊ ഒന്ന് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, വാക്കും പെരുമാറ്റവും നന്നാക്കിക്കോണം. ചിലക്ക് അത് അറിയത്തില്ല. വാക്ക് പുറത്തുള്ളവരോടും വായിച്ചാൽ മുളയൊന്നൂടെ ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ അല്ല, 5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുക. അത്യാവശ്യമാ പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ. ചിലക്ക വെളിയിലുള്ളവരോട് സംസാരിക്കാൻ അറിയത്തില്ല. കല്യാണത്തിന് ചെന്ന ഉടനെ വിവാഹ ശുശ്രൂഷയിൽ എല്ലാവരും സംബന്ധിക്കുന്നതാ, നാനാജാതി മനസ്സര് കൂടുന്നതാണ്. അത് വളരെ പരിജ്ഞാനത്തോടെ വേണം സംസാരിക്കാൻ. പണ്ടൊരാൾ കല്യാണത്തിന് വിളിച്ചു, പിന്നെ പല ആൾക്കാർ വരുന്നതല്ലേ, വിവാഹം എല്ലാവർക്കും മാന്യമാണ്, അത് കുഴപ്പമില്ല, ഭാഗ്യമാ പറഞ്ഞു. അടുത്ത ഡയലോഗ അത് പോപ്പിന് മാന്യമാണ്, മെത്രാന് മാന്യമാണ്, തിരുമേനിക്ക് വൈമേനി. അപ്പം ഞങ്ങളുടെ ഒരു അച്ചായൻ പറഞ്ഞു, ഇയാളിപ്പോൾ പോപ്പിനെ കല്യാണം ഒന്നും കഴിപ്പിക്കണ്ട, അവരുടെ കല്യാണം നടത്താൻ പറഞ്ഞു. അവൻ രാവിലെ പോപ്പിനെ കല്യാണം കഴിപ്പിക്കാൻ ഇറങ്ങുക. വാക്യം പറഞ്ഞോ കുഴപ്പമില്ല, വിവാഹം എല്ലാവർക്കും. വേറൊരാളെ പ്രസംഗിച്ചോ പറഞ്ഞു, വിവാഹം വിലക്കുന്ന സഭയുണ്ടെന്ന്. വിവാഹം കഥ അറിയാതെ കയറി പറയാൻ. അപ്പം നമ്മുടെ ഒരു അച്ഛൻ ചോദിച്ചു, യോഗമല്ല കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല ഏത് സഭയാണ് വിവാഹം വിലക്കുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന സഭയാണ്. പുള്ളിയുടെ വിധവും മാറി. പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു, അത് പൊതുവെ പറയാൻ കൊള്ളുകയല്ല, എന്നാലും അങ്ങ് പറയാം ക്ഷമാപണത്തോടെ. ക്ഷമ ചോദിച്ചു, പാസ്റ്ററോട് ക്ഷമ ചോദിച്ച് അങ്ങ് പറയുക. പൊളിഞ്ഞു ഏത് സഭയാണ് വിവാഹം മുടക്കുന്നത്? അപ്പോൾ ഒരു സഭയുടെ പേര് പറഞ്ഞു, അവർ വിവാഹം മുടക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞത്, കുഞ്ഞുങ്ങളിരിക്കുന്നെങ്കിലും പറയാനൊക്കെ പറയരുതാത്തത് എന്നാലും പറയാം. അവൻ ചോദിച്ചു, എടാ പിന്നെ ആ സഭ ഇഷ്ടം പോലെ സൺഡേ സ്കൂളും പിള്ളേരും കൊണ്ട് വിവാഹം മുടക്കുക തന്നെ പിന്നെ മനസ്സിലായി കാണും, നിങ്ങൾക്ക് മനസ്സിലായി കാണും. പുറത്തുള്ളവരോട് എങ്ങനെ ശവോടക്കിന് വിവാഹ ശുശ്രൂഷയിൽ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. വേണ്ടേ? വിശേഷിച്ച് പരസ്യയോഗം നടത്തുന്നവർ വിവരദോഷയുടെ പോയാൽ തല്ല് മേടിച്ച്. ഒരു പരസ്യയോഗത്തിന് ഞാനും ഉണ്ട്. ബാങ്കിലെ വേവിയുടെ വണ്ടിയുടെ പുറത്താ മേളിൽ ബോക്സുമൊക്കെ കെട്ടി ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നു. അവിടെ പെന്തിക്കോസുകാരും ഒന്നുമില്ല, മറ്റ് ആൾക്കാരാ, ഹൈന്ദവ സ്നേഹിതന്മാരും മറ്റ് സമുദായസ്ഥരായവരാ. ഈ കണ്ടത്തിൻ്റെ സൈഡ് അപ്പുറം തോടും കണ്ടവും റോഡും കൂടെ. അപ്പോൾ പരിശോധന മൈക്ക് കൊടുത്തു. ഞാൻ എന്നാലും പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഇല്ല പുള്ളിക്കും കൊടുക്കണം, സെൻറ്ററിലുള്ള ആളാണ്. സെൻറ്റർ നോക്കി കൊടുത്താൽ നീ തല്ല് മേടി ചൂപ്പാട് വരും, അത് ബോധമുള്ളവൻ്റെ കൊടുക്കണം. നമ്മളങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നത്. സെൻറ്ററിൽപ്പെട്ട ആളാണ്, സെൻറ്ററിൻ്റെ ഇന്ന ആളാണ്, ആണെങ്കിൽ അവിടെ മര്യാദയ്ക്ക് ഇരുന്നോളും, വിവരമുള്ളവൻ്റെ കൊടുക്കണം. അത്ര ഉള്ള, അതിന് വേറെ മാർഗമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എൻ്റെ ദൈവമേ, മൈക്ക് അങ്ങോട്ട് കൊടുത്തു. ആദ്യത്തെ ഡയലോഗ് തന്നെ അടിമേടിച്ചും പൊതുവെ ലൈവ് ഉള്ളതുകൊണ്ട് പൊതുവെ പറയാനൊക്കത്തില്ല. പറഞ്ഞു. അവസാനം ഞാൻ കണ്ണ് കാണിച്ച് മൈക്ക് ഓഫാക്കിയേക്കാൻ പറഞ്ഞു. പുള്ളി വണ്ടിക്കകത്തിരുന്നത് ഓഫാക്കി. പിന്നെ പുള്ളി പിന്നെ നിൽക്കുക. 1-2 പേര് ഓടി. കണ്ടോ? പുറത്തുള്ളവരോട് പെരുമാറാൻ പഠിച്ചിരിക്കണം. ഞാൻ ഉദാഹരണമായിട്ട് പല കാര്യം എപ്പോഴും പറയാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ കൊട്ടാരക്കരയിൽ നിന്ന് ഓട്ടോ പിടിക്കുക രാത്രി വീട്ടിലോട്ട് വരാൻ. ഇപ്പോൾ എല്ലാവർക്കും വാഹനമുണ്ട്, പണ്ട് കാലത്തെ രീതി വെച്ചാൽ നമുക്ക് പൂയപ്പള്ളിക്ക് വരണം. കൊട്ടാരക്കര ഓട്ടോ പിടിക്കുമ്പോൾ രാത്രി 12:30 ചോദിക്കണം, എനിക്ക് പൂയപ്പള്ളി പോകാനാ, ഇവിടെ നിന്ന് എന്തോ ആകും. അതാദ്യം അങ്ങ് ചോദിച്ചേക്കണം. വേണ്ടേ? ചോദിക്കണം. രാത്രി അസമയമാണ്, ചോദിക്കണം. ചില ഓട്ടോക്കാർ പറയും, സാറ് കയറ് സാർ കയറ്. സാറെന്ന് വിളിച്ചപ്പോൾ നമ്മൾ വിളകി. ഇന്ന് വരെ ആരും സാറെന്ന് വിളിച്ചതെല്ലാം ഡാഷാ. അപ്പോൾ ഒരുത്തൻ രാത്രി കൊട്ടാരക്കര ഓട്ടോക്കാരൻ നമ്മളെ 12:30 സാറേ എന്ന് പറയുമ്പം ചാടി കയറി. സാറ് ഇവിടെ വന്ന് ഇറങ്ങി. ഉടനെ അവൻ ചോദിച്ചു എന്തോ ആയി ഓട്ടോക്കൂലി? 250 രൂപ. 250? ഞാൻ തരികയില്ല. ഉടനെ അവൻ ഇവിടെ കൊണ്ടുവന്ന് അന്നേ മേടിക്കാൻ അറിയാം. ഉടനെ നമ്മൾ ചുണയുണ്ടേ മേടിക്കും. ഉടനെ അവൻ ഓട്ടോ നിർത്തി വെച്ച് വെളിയിൽ ഇറങ്ങി.
നമ്മൾ ഇറങ്ങി. രാത്രി 1:30 വീടിൻ്റെ വാതുക്കൽ. അവൻ 8 നാടും പൊട്ടെ 2-3 ഡാഷ് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തുകാരെല്ലാം ലൈറ്റ് ഇട്ടു. ഉണ്ടോ? നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, പെരുമാറാൻ പഠിക്കണം. വേണ്ടേ? അവൻ പിന്നെയും 1-2 ഡയലോഗ് പുറത്ത് പറയാൻ കൊള്ളാത്തത്. എന്നാൽ നമ്മൾ പറഞ്ഞു മോളി ടോർച്ച് എടുത്തുകൊണ്ട് വരാൻ. അവരെയും പള്ളു പറഞ്ഞു. വല്ല കാര്യമുണ്ടോ? ഇല്ല. അവനെ ഓട്ടോ പിടിക്കുമ്പോൾ ന്യായമായിട്ട് ചോദിക്കണം. ഇത്ര രൂപ, 200 അല്ലെ 150. ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയാം, ഇഷ്ടമുണ്ടേ ചോദിച്ചാൽ മതി. 150 രൂപ ഇവിടെ വന്നിറങ്ങി. അസമയത്ത് ഓട്ടോ പിടിച്ചതാ, ഇവിടെ കൊണ്ട് സുരക്ഷിതമായിട്ട് ഇറക്കി. 150 കൊടുത്തേച്ച് ഉണ്ടെങ്കിൽ ഒരു 10 രൂപയും കൂടെ കൊടുത്തേക്കണം. ആ 10 കൊടുക്കും പറയണം ഓട്ടോ കൂലിയല്ല, ഇത് രാത്രി ഒരു വെള്ളം കുടിച്ചു. അല്ലേ നമ്മൾ 160 കൊടുത്താൽ നാളെ ഒരാൾ വരുമ്പം അവൻ പറയും ആ സാർ എനിക്ക് 160 തന്നല്ലോ. അപ്പം അയലത്തുകാരൻ പിന്നെയും നമ്മളെ തെറി. പെരുമാറാൻ പഠിക്കണം. നിങ്ങൾ കുഴപ്പക്കാരാന്നല്ല, ഉദാഹരണം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാ മേഖലയിലും ഞാൻ തിരുവല്ലയിലെ പാർക്കുന്ന സമയത്ത് അന്ന് AM വർഗീസ് പാസ്റ്റർ വീട്ടിലാണ് പാർക്കുന്ന. ഭൂട്ടാൻ കുഞ്ഞുമോൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാർക്കുക. അന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു നായരാണ്. എന്നെ വലിയ കാര്യമാണ്. ഒരിക്കൽ ഞങ്ങൾ രാവിലെ വീട്ടിലൊരു പ്രാർത്ഥന. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് അവിടെ ശുശ്രൂഷകനായിട്ടിരിക്കുന്നത് TA ജോർജ് അവർകളാണ്, തിരുവല്ല ടൗൺ ചർച്ച് ഓഫ് ഗോഡിൽ. അവരെല്ലാം യോഗത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി പാല് മേടിക്കണം. ഞാൻ ടൗണിലോട്ട് പാല് മേടിക്കാൻ നമ്മൾ സൂക്ഷിച്ച് ഇവനെ കണ്ടു. അവൻ രാവിലെ ജോലിക്കായിട്ട് ഇറങ്ങിയതാ, മെഡിക്കൽ റെപ്പാണ്. അപ്പം അതിനനുസരിച്ച് പോയാൽ മതി. രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നല്ല ഭക്തനാണ്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ആ വഴി വെച്ച് എന്നെ കണ്ടത്. അപ്പോൾ എന്നോട് ചോദിച്ചു അനീഷ് അവിടെ. ഞാൻ പറഞ്ഞു വീട്ടിൽ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇച്ചിരി ഞാൻ അങ്ങോട്ട് ചോദിച്ചു പ്രാർത്ഥനയ്ക്ക് വരുന്നോ? എന്നാൽ വരാമെന്ന് പറഞ്ഞു. എനിക്കും സന്തോഷം. ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തി വെച്ച് ഞാൻ എന്നാ ഇച്ചിരി ചായ അവനും കൂടെ കൊടുക്കാം. വേറെ 1-2 പേരുണ്ട്, കൊടുക്കാം. യോഗം തുടങ്ങിയില്ല, അവർ വരാൻ സമയമായതേ ഉള്ളൂ. ഞാൻ അടുക്കളയിലോട്ട് ചെന്നേ. അന്ന് വിവാഹം കഴിച്ചിട്ടില്ല, വേറെ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവരും വെളിയിലോട്ടൊന്ന് പോയി വരും. അപ്പം അവർ വരുന്നതിന് മുന്നേ അവരെ നോക്കി നിൽക്കേണ്ട ചായ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ഞാൻ അടുക്കളയിലോട്ട് കയറി കവർ പൊട്ടിച്ച് ചായ ഇട്ടേച്ച് ഓടാനൊക്കത്തില്ലല്ലോ. അപ്പം ചായ ആയിട്ട് വന്നപ്പോൾ അവനില്ല. ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനമില്ല. അപ്പം ഞാൻ അവിടെ ഒരു തള്ളയിരുന്നു. ഞാൻ ചോദിച്ചു അമ്മാമ്മേ പോയി. അപ്പം കൂടെ ഇരുന്ന സഹോദരി പിന്നെ പറഞ്ഞു ഇവനങ്ങോട്ട് വന്നിരുന്നുണ്ടെങ്കിൽ ഈ തള്ള ചോദിക്കുക നെറ്റിയൽ എന്നായിരിക്കുന്നെന്ന്. ഇവർക്ക് അതിൻ്റെ വല്ല കാര്യമുണ്ടോ? അല്ല, നിങ്ങൾ ന്യായം പറഞ്ഞാൽ മതി. പുറത്തുള്ളവരോട് പെരുമാറാൻ അറിയത്തില്ലെന്ന്. അവൻ വന്നിരുന്ന ഉടനെ അതാണോ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു നെറ്റിയ ചാണകം. ഇവർക്കിത് അറിയാൻ മേലേ? വിവരദോഷികൾ ഒത്തിരിയുണ്ട്. അങ്ങനെ ഒരു സഹോദരൻ വന്നിരിക്കും, അതാണോ ചോദ്യം? അല്ല. എവിടാ വീട്? ഇന്നടത്ത്. മോൻ്റെ പേരെന്താ? അനീഷുമായിട്ട് കൂട്ടല്ലയോ? ആട്ടെ, ഇവിടെ പ്രാർത്ഥന വളരെ സന്തോഷം വന്നെന്ന് കേട്ടോ. കഴിഞ്ഞ ആഴ്ച പോകാവൂ കേട്ടോ. പ്രാർത്ഥിക്കാം. വീട്ടിലാരൊക്കെ ഉണ്ട്? ഇതൊക്കെ അല്ലേ എൻ്റെ മര്യാദ. അതാ മര്യാദ. പിന്നെ അവൻ പറയാം അപ്പനുണ്ട് അമ്മയുണ്ട്. പ്രായമുണ്ടോ? മോനെന്തുവാ ജോലി? ആട്ടെ ഇരിക്കെ. എല്ലാം വന്നിട്ട് സന്തോഷം കേട്ടോ. എനിക്കും ഇതുപോലൊരു മോനുണ്ട് ഈ പ്രായത്തിൽ. അവനിപ്പം ദൈവകൃപയല്ല, അവൻ ഇച്ചിരി ഉഴപ്പൊക്കെയായിരുന്നു. ഞാനൊരു ഉദാഹരണമായി പറഞ്ഞേ. പക്ഷെ അവന് യേശുവിനെ അറിഞ്ഞു കേട്ടോ. അവൻ്റെ ആ ദുസ്വഭാവങ്ങളെല്ലാം മാറി. ഇപ്പം അവന് നല്ല ഭാവിയായി. മോന് യേശുവിനെ അറിയണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇത്രയും പറഞ്ഞാൽ മതി. അവൻ വന്നിരുന്നുണ്ടെങ്കിൽ ഈ വെടല തള്ള. പിന്നെ അല്ല, ഇതിനൊക്കെ എന്നാ പറയാനാ? വേറും വെടല. അവനോട് ചോദിക്കാം നെറ്റിയാൽ എന്നാ ഇരിക്കുന്നെന്ന്. അവൻ തീരുമാനിച്ചു നെറ്റിയലിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. അവൻ വീട്ടിൽ പോയി. പുറത്തുള്ളവരോട് നന്നായിട്ട് പെരുമാറണം എന്നാ ഇത് പഠിക്കുന്നേ. സ്തോത്രം. ഞാൻ ഒരാളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, എന്നെയും കൂടെ പ്രതിയാക്കിയായി പറഞ്ഞത്. ദൈവത്തിന് മഹത്വം.
അതെ, ആ ഭാഗം ഒന്നും അധികം ഞാൻ വിവരിക്കുന്നില്ല. 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ മോളെ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, എപ്പോഴും നമുക്ക് സമയം ലഭിച്ചെന്ന് വരികയില്ല, എപ്പോഴും അവസരം ലഭിച്ചെന്ന് വരികയില്ല, എപ്പോഴും നമുക്ക് സാവകാശം ലഭിച്ചെന്ന് വരികയില്ല. കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാൻ പറയാനുണ്ട്, ആരാധിക്കാൻ അവസരം കിട്ടും, നൃത്തം ചെയ്ത് ആരാധിക്കണം. കൈയടിക്കാൻ ആക്കോ അവസരം കിട്ടുമ്പോൾ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ നിനക്ക് ആക്കമുള്ളപ്പോൾ ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ എന്റെ ശബ്ദമുയർത്തി എന്റെ ദൈവത്തോട്. ഹല്ലേലൂയ. ശരീരത്തിന് ആരോഗ്യം ബലമുള്ളപ്പം നടന്നു വരാൻ സാവകാശമുള്ളപ്പം നടന്നു വന്ന് യോഗത്തിന് കൂടണം. മുമ്പേ ഓർപ്പിച്ചല്ലോ, കണ്ണിന് കാഴ്ചയുള്ളപ്പം വേറെ പുസ്തകം വായിച്ച് വചനത്തിൽ തിട്ടമുള്ളവരായിരിക്കണം. കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുവാൻ അവസരം കിട്ടുമ്പോൾ ഉഴപ്പരുത്, നീ വേലയ്ക്ക് കൊടുക്കണം. ഒരാളോട് സുവിശേഷം പറയുവാൻ അവസരം കിട്ടിയാൽ പരിജ്ഞാനത്തോടെ സുവിശേഷം അറിയിക്കണം. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല, നാളെ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. ലഭിക്കുന്ന ഓരോ സമയവും നിമിഷവും തക്കത്തിൽ ഉപയോഗിക്കണം. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നതു നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാന്തൻ വന്നിടും കാത്തിരിക്കമിജൂലേമിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. സമയം നന്നായിട്ട് ഉപയോഗിച്ചോണം. ദൈവത്തിന് മഹത്വം. 1-2 ഉദാഹരണങ്ങൾ വചനത്തിൽ നിന്ന് സമയം തക്കത്തിൽ ഉപയോഗിച്ച 1-2 സംഭവം. നിശ്ചയിക്കപ്പെട്ട സമയപരിധികൾ നമുക്ക് അറിവുള്ള ഭാഗമാ വായിച്ചേ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. സമയം തക്കത്തിൽ ഉപയോഗിച്ച ചില സംഭവങ്ങൾ, ചില വ്യക്തികൾ. വായിച്ചേ 32-ന്റെ-26. മോശെ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ? യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അടുത്തത് എന്നാറേ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞാൽ ലേവ്യര് മുഴുവൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദൈവമക്കൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇതിന്റെ പശ്ചാത്തല ഭാഗമെല്ലാം നിങ്ങൾക്ക് അറിയാധികം വിസ്തരിച്ചു പോകുന്നില്ല. മോശ പ്രമാണം വാങ്ങാൻ പർവ്വതത്തിൽ പോയി, മോശയെ കാണുന്നില്ല. ജനമെല്ലാം കൂടെ അഹരോനോട് മറുതലിച്ച് പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവത്തെ ഉണ്ടാക്കി തരണം. അഹരോൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ ചെന്ന് ദൈവത്തെ ഉണ്ടാക്കാനാ. ഉടനെ അഹരോൻ പോംവഴി കണ്ടെത്തി കുണുക്കുമെല്ലാം പറിച്ചു തരാൻ പറഞ്ഞു. പെട്ടെന്ന് പെണ്ണുങ്ങൾ കുണുക്കുമെല്ലാം കൂടെ പറിച്ചു കൊടുത്തു. അഹരോൻ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് അതിൻ്റെ ക്രമപ്പെടുത്തി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. അഹരോൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, ലക്ഷണമൊത്തൊരു കാളക്കുട്ടി. ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി നിർത്തി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ഇവർ പറയുക, ഇസ്രായേല്, ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം. അവിടെ വായിക്കുന്നത്, അതിൻ്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിതു, ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റെന്ന. വായിച്ച് 1 മുതലുള്ള വാക്യം. എന്നാൽ മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ. അടുത്ത ഓടിച്ചു വായിക്കാം. ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്കെല്ലാം കൂടെ പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു.
അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അടുത്തത് അപ്പോൾ ഇസ്രായേല് പറഞ്ഞു, അപ്പോൾ അവർ ഇസ്രായേല് ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. അടുത്തത് അഹരോൻ അത് കണ്ടാറ്. ജനമെല്ലാം കൂടെ ഇളകുന്ന കണ്ടപ്പം അഹരോൻ ഇളകി. അങ്ങനെയാണല്ലോ ഇളക്കം നടക്കുന്ന എല്ലായിടത്തും. പ്രമാണം ഒന്ന് നോക്കിയല്ല ഇളകുന്നത്. വചനത്തിലുണ്ടോ, പ്രമാണമുണ്ടോ, ഉപദേശമുണ്ടോ എന്നല്ല. കാളെ കണ്ടപ്പം ജനം ഇളകി. ജനം ഇളകുന്ന കണ്ടപ്പം അഹരോൻ ഇളകി. ഇത് പ്രമാണമാണോ വ്യവസ്ഥയാണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ മിക്കയിടത്തെ ഇളക്കം അങ്ങനെ. കാളെ കണ്ടപ്പം വലിയ ലൈറ്റും സ്റ്റേജും ഇണക്കും, പിന്നെ ഈ വല്ലാത്ത ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ഈ കറങ്ങി അടിക്കുന്നതും. കൺവെൻഷൻ സുവിശേഷ യോഗം തന്നെയാണോ എന്ന് നമുക്ക്, അതെ, സൈക്കളഞ്ഞമാണോ സുവിശേഷ യോഗമാണോ നമുക്ക് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതെല്ലാം കാണുമ്പോൾ ചിലരങ്ങ് ഇളകും. ആളും വണ്ടിയും ബഹളവും മേളവും ലൈറ്റും സിസ്റ്റവും ഭയങ്കരം പാട്ടുകാരും സ്വാഭാവികമാണ്, ഇളകും. അപ്പം ഈ കാളെ കണ്ട് ജനമിളകി. ജനമിളകുന്ന കണ്ടപ്പം അഹരോൻ ഇളകി. അഹരോൻ ഇളകിയ ഉടനെ പ്രമാണം തെറ്റിച്ചു. ഇളക്കം നല്ലതാ, പ്രമാണം തെറ്റിക്കരുത്. പ്രമാണം തെറ്റിയത് അവിടെ വായിക്കുന്നത് അഹരോൻ അത് കണ്ടാറ്. അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു എന്ന് പറഞ്ഞ കാളയുടെ മുന്നിൽ യാഗപീഠം പണിതു. അതാ തെറ്റിയത്. നിങ്ങൾ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അബ്രഹാം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അഹരോനോ കാളയ്ക്കൊരു യാഗപീഠം പണിതു. ഈ ഇളക്കവും ബഹളവും ഒക്കെ കാണുമ്പം പ്രമാണം തെറ്റരുത്. ഈ തരംതിരിച്ച് പറയല്ല, തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആരംഭ കാലയളവിലെ കർത്താവിൽ മൺമറഞ്ഞ അനേക ദൈവദാസന്മാരുണ്ട്. അവർ എത്ര ഇളക്കവും ബഹളം നടന്നാലും വചനം വിട്ട് എന്തെങ്കിലും വന്നാൽ അന്നേരം ശാസിക്കും, അന്നേരം പറഞ്ഞ് നിയന്ത്രിക്കും. ഇപ്പം നമ്മുടെ നേതൃത്വത്തിൽ ഉള്ള മിക്കവരും അങ്ങനെയുള്ള കർക്കശമായ ശാസനയൊന്നും, ഇത് പാടില്ലെന്നും ഇത് യോഗ്യമല്ലെന്നും ഇത് ശരിയല്ലെന്നൊന്നും മിണ്ടുകയില്ല. ഇല്ല. ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം, ഒത്തിരി ഉണ്ട്, ഒന്ന് പറയാം. എന്തിനാ ഒത്തിരി പറയാന്നേ? ഇപ്പോൾ ഈ വിവാഹ ശുശ്രൂഷയിലൊക്കെ പോയാൽ വിവാഹ ശുശ്രൂഷയുടെ സിംഹഭാഗ സമയവും പാട്ടുകാർക്കാണ് കൊടുക്കുന്നത്. അതെ, അവർക്കാ കൂടുതലും. വചന ശുശ്രൂഷയ്ക്ക് അങ്ങനെ അധികം സമയം ഇല്ല. അവരാ കൂടുതലും കൈയടക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല, എങ്കിലും മിക്കയിടത്തും. അതെ, നിങ്ങൾ എന്നെ നോക്കുവൊന്നും വേണ്ട, ഇന്നാളും എന്നെ കണ്ടതാണല്ലോ. കൂടുതലും ദൈവവേദനം പറയാനും ഉപദേശം കൊടുക്കാനും അധികം സമയം ഇല്ല. ഞാൻ അടുത്ത കാലത്ത് ഒരു വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. അതൊക്കെ വലിയ വിവാദമായി, മൊത്തം വിവാദമാണല്ലോ. പാട്ട് പാടുന്ന മകള് തലയെ മൂടുപടം ഇടുന്നില്ല. ഇടുന്നില്ല, ഭയങ്കര പാട്ടാ, ഇടുന്നില്ല. അപ്പം എൻ്റെ അടുത്തിരുന്ന ആൾ പറഞ്ഞു, ഇന്നയാടെ കൊച്ചുമോളാണ്. ഞാൻ പിന്നെ എഴുന്നേറ്റപ്പം കാര്യം പറഞ്ഞു കൊടുത്തു. പിണക്കം ഉണ്ടായിട്ടല്ല, കാര്യം പറഞ്ഞു കൊടുത്തു. എന്നാൽ ഈ കൊച്ചു വന്നപ്പം മുതൽ പാട്ട് പാടുക. ആ സ്റ്റേജിലിരിക്കുന്ന മിടുക്കന്മാരൊത്തിരി ഉണ്ട്, താഴെ മേളിലുമൊക്കെ ഇരിക്കുക. ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? വഴക്ക് പറയണ്ട, കണ്ടമാനം ശാസിക്കണ്ട, സ്നേഹത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കരുതോ? വേണ്ടേ? അവരും ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുക. അല്ല, ചിലർക്ക് പറയാൻ അറിയാമെങ്കിലും അവരും പേടിച്ചിരിക്കുക. നാളെ പിന്നെ പ്രശ്നമാണ്. ശാസിക്കേണ്ട കാര്യം ശാസിക്കണം, പറഞ്ഞു നിർത്തേണ്ട കാര്യം
പറഞ്ഞു നിർത്തണം. നമ്മുടെയൊക്കെ സഭകളിൽ വന്നിരിക്കുന്ന കുഴപ്പം, പാവത്തങ്ങളായ ആൾക്കാർ തന്നാൽ അന്നേരം നമ്മളെല്ലാം അടിയന്തര കമ്മിറ്റി കൂടി അവനെ കുഴച്ച് കയ്യിലെടുക്കും. ഇച്ചിരി പിടിപ്പുള്ളവനാണെങ്കിൽ അത് നമ്മുടെ അച്ചായനില്ലയോ, പിന്നെ വേവിച്ചാൻ, പിന്നെ വേവിച്ചാൻ. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? മിക്കടത്തും ഇതൊക്കെ തന്നെ. അഹരോൻ ചെയ്തത് തെറ്റാ, കാളയ്ക്ക് യാഗപീഠം പണിതു. അഹരോൻ അത് കണ്ടറിയാതിന്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിതു. അടുത്തറ നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ബുദ്ധി കണ്ടോ? പൊതുവിൽ വിളിച്ച് പറഞ്ഞത് യഹോവയ്ക്ക് ഉത്സവം. അകത്ത് ഉണ്ടാക്കി വെച്ച എന്നതാ കാളക്കുട്ടി. അകത്തിരിക്കുന്നതും യാഗപീഠവും കാളക്കുട്ടിക്ക്. മൈക്കിൽ കൂടെ വിളിച്ച് പറയുന്നത് യഹോവയ്ക്ക് ഉത്സവം. അപ്പം ആൾക്കാർ എന്തോ കേട്ടാ ഇങ്ങോട്ട് വരുന്നേ? യഹോവയ്ക്ക് ഉത്സവം. യഹോവയ്ക്ക് ഉത്സവമായി യഹോവയുടെ ഉത്സവമാണെന്നും പറഞ്ഞാൽ വരുന്നത്. അകത്ത് വന്നപ്പോൾ കണ്ടതാ എന്നതാ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. മിക്കയിടത്തും മിക്കവർക്കും ഇതൊക്കെ തന്നെ. യഹോവയ്ക്കാന്നും പറഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പോഴാ നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി നൃത്തം ചെയ്തു. അടുത്തത് ജനം ഭക്ഷിപ്പാനും, വായിച്ച മോളെ, ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ വഴി വിട്ട് ക്രമം കെട്ട്. അതുകൊണ്ട് ആ മോശി ഇറങ്ങി വന്ന അഹരോനോട് ചോദിച്ചു, ജനത്തെ കെട്ടടിച്ചത് എന്തിനാണ്? അപ്പൊ കെട്ടടിച്ചു വിട്ട് ക്രമം കെട്ട് ഇത് മുഴുവൻ കുഴഞ്ഞു. ഞാനധികം വിവരിക്കുന്നില്ല. മോശി അതുകൊണ്ട് ഇറങ്ങി വന്ന് വെച്ചതില്ല. കാളയും തുള്ളലും ബഹളവും ആളും ഓളവും ഇളക്കവും ഇതെല്ലാം കൂടെ കണ്ട് മോശ ആകെ മനോവേദന എടുത്തേച്ച് മോശ ചോദിക്കുക, യഹോവയുടെ പക്ഷത്ത് നിൽക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എൻ്റെ അടുക്ക വരട്ടെ. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞാൻ യഹോവയുടെ പക്ഷത്ത് നിൽക്കുക. ആമൻ. ആളല്ല എൻ്റെ വിഷയം, ഓളമല്ല വിഷയം, ആമൻ. സമൂഹമല്ല എൻ്റെ വിഷയം. ലക്ഷക്കണക്കിന് ജനം കാളയുടെ പുറകെ നിൽക്കുക. മോശ കൊടുത്ത മാത്രം മാറി നിയോഗിക്കുക, യഹോവയുടെ പക്ഷത്താരേലും ഉണ്ട് എൻ്റെ അടുക്ക വരാൻ. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ആളല്ല നമ്മുടെ വിഷയം, ഓളമല്ല വിഷയം, ആമൻ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കൂടുന്നതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം പ്രമാണം കാത്തു നിൽക്കുന്ന എത്ര എണ്ണം ഉണ്ടെന്നാ. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ പക്ഷത്ത് ആരേലും ഉണ്ട്, എൻ്റെ അടുക്ക വരണം. ഈ ചോദ്യം അങ്ങോട്ട് ഉരുവിട്ടപ്പോൾ എന്നാറേ ലേവ്യരെല്ലാവരും കൂടെ എൻ്റെ അടുക്കൽ വന്നുകൂടി. ലേവ്യരെല്ലാവരും കൂടെ വായിച്ചേ. എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. ഇപ്പം 2 പ്രാവശ്യം തെറ്റിച്ചു. കുഴപ്പമില്ല, എന്നാലും വായിച്ചു തരുന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, എന്നാറേ ലേവ്യരെല്ലാം കൂടെ അവന്റെ അടുക്ക വന്നു. നമ്മൾ കുറുവാക്യം വായിച്ചത് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. മോശ ചോദിച്ചു, യഹോവയുടെ പക്ഷത്ത് ആരേലും ഉണ്ടോ? ലേവ്യര് മുഴുവൻ ചാടി കയറി എന്ന് പറഞ്ഞാൽ ലേവ്യര് കണ്ണ് കാണിച്ചു, നല്ല അവസരം ദൈവം തരിക, കയറിക്കോളാൻ. വീണ് കെട്ടിയ അസുലഭ നിമിഷമായി ചാടി കയറാൻ പറഞ്ഞു. അതിന് കാരണം കൂടെ പറയാൻ നിങ്ങൾക്കറിയാം. ഈ ലേവിയെ പണ്ട് അപ്പൻ പ്രാഗിയതാ, അറമ്പറ്റുന്ന പ്രാഗിയത്. വായിച്ച 49:5 ഉൽപ്പത്തി. ഇതെല്ലാം നമുക്ക് അറിവുള്ള വിഷയമായി, എന്നാലും വായിച്ചോ. 49:5. ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. പിന്നെ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുത്. അപ്പൊ ശ്രദ്ധിക്കുക, ശിമയോനും ലേവിയെയും അപ്പൻ ശപിച്ചു പ്രാഗി. ഇവരുടെ യോഗത്തിന് പോകരുത്, നമ്മുടെ യോഗത്തിന് ഇവരെ വിളിക്കരുത്. ലേവിയുടെ യോഗത്തെ പ്രാഗി. എൻ്റെ ഭാഷയും കൂടെ ചേർത്ത് പറഞ്ഞാൽ പിന്നീടുള്ള കാലം ലേവി യോഗം വെച്ചാൽ ഇവരാരും പോകുകയല്ല, അവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കത്തുമില്ല, കായ്ക്ക് തൊടിയിക്കുന്നില്ല ലേവിയെ. കാരണം അപ്പം ചാകുന്നതിന് മുന്നേ പ്രാഗിയതാണ്. ഇവൻ്റെ യോഗത്തിനൊന്നും പോകരുത്, നമ്മുടെ യോഗത്തിനൊന്നും ഇവനെയും വിളിക്കുകയും ചെയ്യരുത്. എൻ്റെ ഭാഷ പറഞ്ഞാൽ ലേവിക്ക് പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുക്കുന്നില്ല. സഭ കൂടുമ്പോഴേ എൻ്റെ ഒരു ആശയം പറയുകയാണ്, ഈ സഭ ഗോത്രങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ലേവിക്ക് പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുക്കുകയല്ല. ഒന്ന് പാടാനോ പ്രാർത്ഥിക്കാനോ ശുശ്രൂഷിക്കാൻ പോലും അവസരം കൊടുക്കുകയല്ല. പക്ഷെ ലേവി എതിർത്തുമില്ല, ഉടക്കുകയില്ല.
നമുക്കങ്ങനെ അവസരം കിട്ടിയില്ലേ നമ്മൾ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കും, ഇല്ലേ? പ്രശ്നം ഉണ്ടാക്കും, ഭയങ്കര ഭൂകമ്പം ഉണ്ടാക്കി കളയും. സ്തോത്രം. ലേവി എതിർത്തില്ല, ഉടക്കിയില്ല. യാക്കോബിനെ പറ്റി, സഹോദരന്മാരെ പറ്റി പള്ളും പറഞ്ഞില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലേവി ദൈവസന്നിധിക്ക് മുഴങ്കാലം അടക്കി. ലേവി ഇരുന്നു. ലേവി പറഞ്ഞു ഈ പ്രാകാനും ശപിക്കാനും കാരണം ശേഖേം പൗരന്മാരെ വെട്ടിക്കൊന്നതാ. അപ്പൻ്റെ അനുവാദമില്ലാതെ അപ്പൻ ഇവരുമായിട്ട് ഉടമ്പടി ചെയ്തു. അപ്പൻ്റെ ഉടമ്പടിയും അനുവാദവും എല്ലാം ലംഘിച്ച് അപ്പൻ്റെ ആജ്ഞ ചോദിക്കാതെ, അപ്പൻ്റെ ആലോചന ചോദിക്കാതെ, അപ്പനോട് അനുവാദം വാങ്ങാതെ ലേവിയും ശിമിയോനും എൻ്റെ ഭാഷയിൽ പറഞ്ഞ വാളെടുത്ത് വേദനപ്പെട്ടിരുന്ന ശേഖേം പൗരന്മാരെ വെട്ടിക്കൊന്നു. അതുകൊണ്ടാണ് യാക്കോബ് ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 34:30 പറഞ്ഞു, നിങ്ങൾ രണ്ടും ഈ ദേശത്തന്നെ നാറ്റിച്ചു. അപ്പനെ നാറ്റിച്ചവനാ ലേവി. അതുകൊണ്ട് ആ മരിക്കുന്നതിന് മുന്നേ ലേവിയെ പ്രാഗി. ആ പ്രാഗ് അങ്ങ് ഫലിച്ചു. ആമേ ലേവിയെ ആർക്കും വലിയ താല്പര്യമില്ല. പക്ഷെ ലേവി ഉടക്കിയില്ല, പ്രശ്നമുണ്ടാക്കിയില്ല, അപ്പനെതിരെ എഴുതിയില്ല. നമ്മളായിരുന്നു അപ്പനെതിരെ ഉള്ള ഫേസ്ബുക്ക്, പിന്നെ വാട്സപ്പ്, പിന്നെ ഒത്തിരി ഉണ്ടല്ലോ. അതിനകത്തല്ല കാര്യമൊക്കെ എൻ്റെ ഫാദറാ, എന്നാലും അയാൾ അത്ര ശരിയല്ല, അയാൾക്ക് 3-4 ഭാര്യമാരുണ്ട്, അയാൾ ഞങ്ങളുടെ അമ്മയെ കിട്ടിയത് എങ്ങനെയാണെന്നുള്ള ചരിത്രമൊന്നും ഞാൻ അങ്ങനെയൊക്കെ പറയും. സ്വന്തം അപ്പൻ്റെ അമ്മയുടെയും കാര്യം. സ്തോത്രം. അയാളവിടെ പമ്മി എന്നേച്ച് സ്തോത്രം. കൊച്ചമ്മേനെയാണ് ഉന്നം വെച്ചത്. പക്ഷേ എൻ്റെ അമ്മേനെ ആദ്യം ലേവിയുടെ അമ്മ അല്ലേ റേച്ചിലെ കൊച്ചമ്മേനെയാണ് ഉന്നം വെച്ചത്. പക്ഷേ കിട്ടിയത് എൻ്റെ അമ്മയാ. എൻ്റെ അമ്മയോട് വലിയ താല്പര്യമില്ലായിരുന്ന പിന്നെന്തെല്ലാം നാറ്റിക്കും ലേവി യാക്കോബിനെ, എല്ലാവരെയും നാറ്റിക്കും. പക്ഷെ ലേവി ഇതിനൊന്നും മുതിർന്നില്ല. എൻ്റെ ഭാഷ പറഞ്ഞാൽ ലേവി ദൈവസന്നിധിയിലിരുന്നു. ദൈവത്തോട് പറഞ്ഞ്, കർത്താവെ തെറ്റിപ്പോയി, ഞാൻ വടിവാളെടുത്ത് സാഹസം കാണിച്ചു, ക്ഷിപ്രകോപിയായി ശേഖേം പൗരന്മാരെ വെട്ടിക്കൊന്നു, അത് തെറ്റാ, ഞാൻ പശ്ചാത്തപിക്കുന്നു, ഞാൻ അനുദപിക്കുന്നു, എനിക്ക് ഭോഷത്വം പറ്റി, അപാകതയുണ്ട്, പോരായ്മയുണ്ട്, എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് ലേവി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു, കർത്താവേ എനിക്കൊരവസരം തരണം, ഇതിനകത്ത് കയറുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ, ഇതിനകത്ത് തിരികെ കയറുവാൻ നീ എനിക്കൊരു അവസരം തരണം, എനിക്കൊരു സമയം തരണം. ഇവൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ. കുറുവാക്യം മടക്കരുത്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവി ഇങ്ങനെ ജാഗരിച്ചിരിക്കുക, ദൈവം എനിക്ക് അവസരം തരണം. വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ മോശ പാളയത്തിന്റെ വാരൊക്കെ വന്ന് ചോദിക്കുക, യഹോവയുടെ പക്ഷത്താരേലും ഉണ്ടെങ്കിൽ എന്റെ അടുക്ക വരണം. നാളുകളായി ജാഗരിച്ച് പ്രാർത്ഥിക്കുന്ന ലേവിക്ക് മനസ്സിലായി, ദൈവം അവസരം തരിക, ദൈവം സമയമൊരുക്കി തരിക. എന്റെ ഭാഷ പറഞ്ഞ ലേവി കണ്ണ് കാണിച്ച് ചാറി അകത്ത് കയറാൻ. ലേവി ഗോത്രക്കാർ മുഴുവൻ മോശയുടെ അടുത്ത് വന്നു. ഉടനെ മോശ പറയുക, അടുത്ത വാക്യം വായിച്ചേ മോളെ. മോശയോട് ലേവ്യരെല്ലാരും കൂടെ മോശയുടെ അടുക്കൽ വന്നുകൂടി. അടുത്ത വാക്യമായി അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്റെ വാൾ അരക്ക് കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്റെ സഹോദരനെ ഓടിച്ചു വായിക്കേ, താന്റെ സ്നേഹിതനെയും താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവീൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവാലോചന പറഞ്ഞതാ. കാളയുടെ പുറകെ പോയവനും കാളെ കണ്ട് തുള്ളിയവനും കാളെ കണ്ട് ഇളകിയവനും കാളയ്ക്ക് അവന് ആരാധന അർപ്പിച്ചവന് എല്ലാം വാളെടുത്ത് വെട്ടണം. കരുണ തോന്നരുത്. ദൈവം നിങ്ങൾക്ക് അവസരം തരിക, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവി ഈ പ്രമാണം അനുസരിച്ചു. ഒന്നാം ദിവന്മാർ വർഷങ്ങളായിട്ട് യോഗത്തിന് വിളിക്കാതെ എടുക്കാതെ ഇരിക്കുന്നതിൻ്റെ അസ്വസ്ഥത ഉണ്ട്. 2 നാളുകളായിട്ട് പ്രാർത്ഥിക്കുക, ശുശ്രൂഷയ്ക്ക് ഒരു അവസരം തരാൻ. അന്നേരം പറഞ്ഞ് കയറി വരാൻ പറഞ്ഞു. ഞങ്ങളുടെ ചർച്ചിലാണെങ്കിലും പറയും, മറ്റുള്ള എപ്പോഴും ചിലപ്പോൾ അവസരം കിട്ടില്ല, കിട്ടുന്ന അവസരം ഉപയോഗിച്ചോണം. ഉഴപ്പരുതെന്നാലും ചിലപ്പോൾ പാട്ട് പാടാൻ എല്ലാവർക്കും അവസരം കിട്ടിയെന്ന് വരികയല്ല. കിട്ടുന്ന അവസരം ഒരു പാട്ട് പാടണം, നന്നായിട്ട് പാടണം, അന്നേരം ഉഴപ്പരുത്. എപ്പോഴും പ്രസംഗിക്കാൻ ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരികയല്ല. ദൈവനാസം പറയുക, ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ 10 മിനിറ്റ് അങ്ങ് സംസാരിക്കണം, അന്നേരം ഉഴപ്പരുത്. ഞങ്ങളുടെ ഇവിടുത്തെ തള്ളപ്പറമ്പിൽ അന്തും മിന്തു വന്നാലും പറയരുത്. സ്തോത്രം. ശുശ്രൂഷയിൽ എങ്ങനെയാണ് വളരുന്നത്? 10 മിനിറ്റ് ഒരാളൊരു മെസ്സേജ് പറയുമ്പോൾ
കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ, അവർക്ക് ചൈതന്യം വരുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ അവിടെ വന്ന് ഒരു 25 മിനിറ്റ് ശുശ്രൂഷിക്കണം. ആ സമയവും തക്കത്തിൽ ഉപയോഗിച്ച് ശുശ്രൂഷിക്കുമ്പോൾ അത് അനുഭവിക്കുന്നവർ പറയും, ഞങ്ങളുടെ അവിടെ വന്ന് ഒരു അരമണിക്കൂർ. അങ്ങനെ ആ ശുശ്രൂഷ വർദ്ധിക്കുന്നത്. കിട്ടിയ 10 കുഴക്കുകയാന്നല്ലോ. സഭക്കാർ പറയും, ദൈവത്തെ ഓർത്ത മെനക്കേടിന് ഇനി കൊടുക്കരുതെന്ന് പറയും. മനുഷ്യനെ ആൾക്കാർ പറയും, ദൈവത്തെ ഓർത്ത് മെനക്കേടിനൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന സമയം തക്കത്തിൽ. എല്ലാവർക്കും ചിലപ്പോൾ പ്രസംഗിപ്പാൻ കഴിവില്ല, എല്ലാവർക്കും പാട്ട് പാടാൻ കഴിവില്ല, പക്ഷെ വേറെ കഴിവ് ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ വരങ്ങളും കൃപകളും ഉള്ളവരാ. അതെന്താണെന്ന് മനസ്സിലാക്കി അതിൽ വർദ്ധിച്ചു വരണം. എല്ലാവർക്കും കൂടെ ചിലപ്പോൾ എല്ലാ കഴിവും കിട്ടിയെന്ന്. മോക്ക് വാക്യം വായിക്കാനുള്ള കൃപയുണ്ട്, ഒരാൾക്ക് പാട്ട് പാടാനാ. അപ്പോൾ സഭയാണെങ്കിലും അത് കണ്ട് മനസ്സിലാക്കി അവരെ വളർത്തണം. ചില സഭകളിലുണ്ട്, ഞാൻ ഇന്നാളും പറഞ്ഞതാണ്, മിക്കയിടത്തും പറയും, ചില സഭകളിൽ പാട്ട് പാടാൻ ചിലപ്പോൾ പാസ്റ്ററുടെ ഭാര്യയ്ക്ക് കൃപയും ട്യൂണും ഇല്ല, എന്നാലും മൈക്കുമായിട്ട് കുത്തിയിരിക്കുക, കുളക്കോടി ഇരിക്കും പോലെ. ആ മൈക്ക് ഒരു പാട്ട്, എന്നാൽ ആ സഭയെ പാട്ട് പാടാൻ നല്ല തന്മയത്വവും കഴിവും ട്യൂണും സ്വരവും ഉള്ള സഹോദരിമാർ ഉണ്ട്. ഇത്തള്ള കൊടുക്കുകയല്ല. പേരും സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം ഒരാളെ, ഒന്നല്ല പലതിനെ അറിയാം. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും അറിയാം, അതുകൊണ്ട് വരുന്ന ആലോചന ഉണ്ടാക്കുന്നില്ല. പുള്ളി പാസ്റ്ററാ, വലിയ പാസ്റ്ററാ. തള്ള ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുക, ഒരു കൊച്ചുമൈക്കും വെച്ചോണ്ട്. ഇടത്ത് വശത്തും വലത് വശത്തും ഒരു 5-8 പെട്ട് പാട്ടുപുസ്തകമുണ്ട്. ചുമ്മാ കാളെ അമറും പോലെ. നന്നായി ആ സഭയിൽ നന്നായിട്ട് പാടുന്ന വേറെ സഹോദരിമാരുണ്ട്. അന്ന് അവരുടെ ആ മൈക്ക് കൊടുക്കുകയല്ലേ അതിൻ്റെ. ഇങ്ങേരെന്നാ പറയണ്ടേ, മോളി നീ പാടണ്ട അങ്ങോട്ട്. മോളി എന്നല്ല, ഞാൻ പേര് മാറ്റി പറഞ്ഞതാ. നിങ്ങളപ്പോൾ ചിന്തിക്കാം, മോളിയാ കേട്ടോ. ഞാൻ മോളിയൊന്നുമല്ല. കൊടുക്കണ്ടേ? അല്ല, പുള്ളി അത് കൊടുത്താൽ അവർ അയാളെ എടുത്ത് ഇണ്ടനടിക്കും രാത്രി. അയാളെ ഭിത്തിയിലൊട്ടിക്കും തള്ള. അയാളും പേടിച്ച് അയാളും ജീവിക്കണ്ടേ? ഇപ്പൊ ഉദാഹരണമാകട്ടെ, ഉടക്കല്ല. സഭയിൽ നന്നായിട്ട് ഈ കീബോർഡ് ഇത് കൈകാര്യം ചെയ്യുന്ന സഹോദരന്മാർ കാണും, അതവർക്ക് കൊടുക്കണം. ഇപ്പൊ എൻ്റെ കാര്യം പറയാം, ഞങ്ങളുടെ ജോഷുവായിക്ക് ഇത് അറിയത്തില്ലെങ്കിലും ഞാൻ പിടിച്ചു നിർത്തിയാലോ ആരാധന അലക്ഷ്യമാകുകയല്ലേ. ഇവൻ നിൽക്കണീന്ന് വെക്കും. അന്തരീക്ഷം കെടുകല്ലേ. പറ, മിണ്ടുകയല്ല. അത് കഴിവുള്ള ചിട്ടയായിട്ട് പഠിച്ച് തന്മയത്തമായി ചെയ്യുന്നവരുണ്ട്, അവരെ അത് ഏൽപ്പിക്കണം. അതാ എൻ്റെ മര്യാദ. അതാ ഇതൊന്നും പറഞ്ഞ ആർക്കും ഇഷ്ടമല്ലെന്ന്. സ്തോത്രം. പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ കൃപയും തന്മയത്വവും പക്വതയും പരിജ്ഞാനവും അവർക്കത് കൊടുക്കണം. ഇത് അറിയാൻ മേലാത്ത പുള്ളിക്ക് കൊടുത്താലോ, കാശുണ്ട് ആശീർവാദം പറയാൻ. പണ്ടൊരാൾ പറഞ്ഞ ആശീർവാദം പറ, പുള്ളി പറഞ്ഞ ആശീർവാദം. ചൊവ്വിനെ പറയാൻ, ചൊവ്വിന് ആശീർവാദം. എങ്ങനുണ്ട്? അതല്ല അതിൻ്റെ മര്യാദ. അപ്പോൾ ഓരോരുത്തരും ദൈവം ഓരോ കാര്യം. ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കൃപയുള്ളവരാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു കൃപ. കസാര എടുത്തിടുന്നത് ഒരു കൃപയാ. വിരിച്ചു കൊടുക്കുന്നത് കൃപയാ, മടക്കി വെക്കുന്നതും കൃപയാ. അതെ 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 ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുമ്പോൾ ഇറ്റി വെള്ളം എടുത്തു, അതൊരു കൃപയാ. വാക്യം വായിക്കുന്നൊരു വലിയ കൃപയാ. 2 ശൈലി പാട്ട് പാടുന്നത് ഒരു കൃപയാ. ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ സന്ദർഭോചിതമായിട്ട് ആത്മനടത്തിപ്പിൽ ഒരു ഹല്ലേലൂയ പറയുന്നതും ഒരു സ്തോത്രം പറയുന്നതൊക്കെ വലിയ കൃപയാ. അത് ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്കൊരു ബലമാ. പണ്ഡിത ശിരോമണികൾ ആരും മിണ്ടുകയല്ല. അവരിങ്ങനെ ആരെയോ വിഴുങ്ങണ്ടെന്നോർത്ത് അവർ പറ. അപ്പം പാണ്ഡിത്യം ഒന്നും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ ആ സന്ദർഭത്തിൽ ഒരു ഹല്ലേലൂയ പറയുകയും ഒരു സ്തോത്രം ചെയ്യുന്നത് വലിയ കൃപയാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃപയുള്ളവരാ. സ്തോത്രം. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ച ടാലന്റ് എന്തെന്ന് മനസ്സിലാക്കി തക്ക സമയത്ത് ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവിയോട് പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്ക വരാൻ പറഞ്ഞപ്പോൾ ലേവി ചാടി കയറി വെട്ടാൻ പറഞ്ഞു. ഒരു അറ്റം മുതൽ വെട്ടി. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സമയം തക്കത്തിൽ. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം. എൻ്റെ ചെറിയ അനുഭവം,
എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ള ധാരാളം പേര് ഇവിടെ ഉണ്ട്, ഓൺലൈനിൽ ചിലപ്പോൾ കേൾക്കുന്നുമുണ്ട്. ഒരു കാര്യം ദൈവകൃപയിൽ ശരണപ്പെട്ട് പറയാം, നാളത്തെ എനിക്കറിയത്തില്ല. ഞാൻ കഴിവിൻ്റെ പരമാവധി എൻ്റെ സമയം വെറുതെ കളയുകയില്ല. എനിക്ക് സമയം പോകുന്നത് ഞാൻ ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ. ഒരു 4 മണിക്കൂർ ആ ഉറക്കം. നാളെ ഒരാൾ പറഞ്ഞു വട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞു. വേറെത്തം പറഞ്ഞു എല്ലാം ഇച്ചിരി വട്ടം ഉണ്ട്. സ്തോത്രം. ദൈവകൃപ കൊണ്ട് നമ്മളിപ്പം കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 10-20 വർഷമായില്ലേ. എനിക്ക് അങ്ങനെ ഭ്രാന്തുള്ളതായിട്ട് തോന്നി. സത്യം ഇല്ല, ഞാനിവിടെ വന്ന് അങ്ങനെ ഭ്രാന്ത് കാണിക്കുന്നതായിട്ട് ഇല്ല. വിളിക്കുമ്പോഴൊക്കെ വന്ന് ശുശ്രൂഷിച്ചേച്ച് പോവുക അല്ലേ എനിക്കങ്ങ് തോന്നുക അങ്ങനെ. അപ്പോൾ ഇല്ല. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് മനസ്സിലായി കാണും. സമയം നഷ്ടപ്പെടുത്തരുത്. പോകുന്ന സമയം തിരിച്ചു കിട്ടത്തില്ല. സ്തോത്രം. നിന്റെ അവസരമെല്ലാം തക്കത്തിൽ ഉപയോഗിച്ചോണം. പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ അവസരം കിട്ടുമ്പം അത് തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ലേവി തക്കത്തിൽ ഉപയോഗിച്ചു സമയം. ചേടി അകത്തോട്ട് കയറി വെട്ടാൻ പറഞ്ഞു. ഓരോ വീട് തോറും നിന്ന് വെട്ടി, അറിഞ്ഞു വെട്ടി. അതുകൊണ്ട് എന്തോ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിൻ്റെ മഹത്വം. വായിച്ച് ആവർത്തന പുസ്തകം 33:8 മുതൽ വായിച്ചു. ഈ വിഷയത്തെപ്പറ്റി ദൈവം എന്നാ പറഞ്ഞേ? ആവർത്തനം 33:8 മുതൽ പെട്ടെന്ന്. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഉറീമും നിൻ ഭക്തന്റെ പക്കലിരിക്കുന്നു. നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലകജലത്തെങ്കിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്തത്, അവൻ അപ്പനെയും അമ്മയും കുറിച്ച്, അവൻ ഈ വാളെടുത്ത് വെട്ടാൻ നിന്നപ്പോൾ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ, വചനത്തിന്റെ വാളെടുത്തപ്പോൾ ഇത് അപ്പനാണോ അമ്മയാണോ ഉപ്പാപ്പനാണോ കൊച്ചപ്പനാണോ എന്നൊന്നും നോക്കിയില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അടുത്തത്, അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല. പിന്നെ സഹോദരന്മാരെയും ആ വിഷയത്തിൽ അവനെ ആദരിച്ചില്ല. പിന്നെ സ്വന്തം മക്കളെന്നും അവൻ ഓർത്തില്ല. പിന്നെ എന്തോ ചെയ്ത്? അടുത്ത വാക്യം, നിന്റെ വചനം അവർ പ്രമാണിച്ചു. അടുത്തത്, നിയമം കാത്തു. കണ്ടോ, വചനം പ്രമാണിച്ചും നിയമം കാത്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നീ വചനം കാക്കണം, നിയമം കാക്കണം. ലേവി വാളെടുത്ത് വെട്ടാൻ അങ്ങോട്ട് നിന്നിട്ട് അപ്പനും അമ്മയും ഒന്നും നോക്കിയില്ല. എൻ്റെ അമ്മ എങ്ങനെയാ വിട്ടുന്നത്? എൻ്റെ അപ്പനാ? എൻ്റെ സഹോദരനാ? എൻ്റെ കൊച്ചാ? വചനം പ്രമാണിച്ചു, വചനം കാത്തു. ഒരു കാര്യം കർത്താവിൻ്റെ വേലക്കാരുമുണ്ടല്ലോ, വളരെ വിനയത്തോടെ പറയട്ടെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ വചനം കാത്താൽ, പ്രമാണം കാത്താൽ നമുക്കൊരു ദോഷവും വരികയില്ല. ചിലപ്പോൾ സഭയിലും കൺവെൻഷനിലും ബൈബിൾ ക്ലാസ്സും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ വചനം പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയില്ല. എല്ലാവർക്കും മോഹമൊന്നും തെളിയത്തില്ല. പുള്ളി അങ്ങനെ, പുള്ളി ഇങ്ങനെ, അതൊക്കെ ആയിരുന്നു മനുഷ്യനല്ലേ, ബഹുജനം പലവിധമല്ലേ. കർത്താവിൻ്റെ കാലത്തും അങ്ങനെയൊക്കെ തന്നെ, എല്ലാ കാലത്തും അങ്ങനെ. എല്ലാവർക്കും ചിലപ്പോൾ തൃപ്തി പെട്ടെന്ന് വരികയല്ല. കമ്മിറ്റിക്കും കൗൺസിലിനും സെന്ററിനും ഒന്നും ചിലപ്പോൾ യോജിച്ചെന്നും വരികയല്ല. പക്ഷേ നിന്നെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇവൻ വചനം കാത്തു, വചനം പ്രമാണിച്ചു. അപ്പൊ ദൈവം തമ്പുരാൻ എന്തോ ചെയ്തെന്നറിയാമോ? വചനം കാത്തു, വചനം പ്രമാണിച്ച്, നിയമം പ്രമാണിച്ചപ്പോൾ ലേവിയെ പറ്റി അടുത്ത വാക്യം വായിച്ചേ മോളെ. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. യഹോവേ അവന്റെ ശ്രദ്ധിച്ചേ, 3 കാര്യമായി വചനം പ്രമാണിച്ച്, വചനം കാത്ത്, നിയമം കാത്തപ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. സമയം തക്കത്തിൽ ഉപയോഗിച്ച ലേവിയെ പറ്റി പറയുക. 1, അവരുപദേശിക്കും. ലേവി ഉപദേശിക്കും എന്ന് പറഞ്ഞാൽ 49:5 അപ്പൻ പ്രാഗിയതാണ്. ഇവൻ്റെ യോഗത്തിന് പോകരുത്, അവൻ്റെ യോഗത്തിന് കൂടരുതെന്ന് പ്രാഗി. ഇപ്പം നേരെ തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചേച്ച് 11 ഗോത്രങ്ങളോടും പറഞ്ഞു അവൻ്റെ അടുക്ക ചെന്ന് ഉപദേശം കേൾക്കണമെന്ന്.
ദൈവം തിരിച്ചു കൊണ്ടുവരുന്ന കണ്ടോ? അതിൻ്റെ ആശയം ഇതാ, നീ എതിർക്കാതെ ഉടക്കാതെയും കയർക്കാതെയും പ്രശ്നം ഉണ്ടാക്കാതെയും മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം തിരിച്ചു മറിച്ചു കൊണ്ടുവരും. തമ്പുരാൻ ഇപ്പൊ ലേവിയെ പറ്റി പറയുക, ലേവി ആയിരിക്കും ഇനി നിങ്ങളെ ഉപദേശിക്കുന്നത്. എങ്ങനുണ്ട്? 2, യഹോവയെ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണം. അവന്റെ ധനത്തെ അനുഗ്രഹിക്കണം. ലേവിയുടെ ധനത്തെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചു? നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം. ദശാംശമല്ല ഇവിടെ കൊണ്ടുവരാൻ. ദശാംശം 10-1. ഉദാഹരണം പറയാം. ഉദാഹരണമാണ്. 12 ഗോത്രമുണ്ട്. ഉദാഹരണമാണ്. ഒരു ഗോത്രത്തിന് 100 രൂപ ഒരാഴ്ച കിട്ടി, അല്ലെ ഒരു മാസം 100 രൂപ. ആ ഗോത്രക്കാർ പ്രമാണമനുസരിച്ച് എത്ര കൊണ്ടുവരണം? കൊടുക്കാത്തതുകൊണ്ട് പറയാത്തതാണോ, കൊടുക്കുന്നതുകൊണ്ട് പറയാത്തതാണോ, കണക്കറിയാൻ മേലാത്തതുകൊണ്ടാണോ? ഒരാഴ്ച ഒരു മാസം 100 രൂപ ഒരു ഗോത്രത്തിന് കിട്ടി. രൂപന് 100 രൂപ കിട്ടി. ഈ പ്രമാണം വെച്ച് രൂപൻ ഇവിടെ എത്ര കൊണ്ടുവരണം? 10 രൂപ കൊണ്ടുവരണം. 12 പേർക്കും 100 രൂപ വെച്ച് കിട്ടി. 12 പേരും എത്ര കൊണ്ടുവരും? 10. അപ്പൊ മേശമേൽ എത്ര വന്നു? 120. അത് ആർക്കുള്ളതാ? ലേവിക്കുള്ളതാ. രൂപന്റെ കയ്യിൽ ഇപ്പൊ എത്രയുണ്ട്? 90. ലേവിയുടെ കയ്യിലോ 120. 12 ഗോത്രം ഉണ്ടെന്ന് ബെന്യാമീൻ മനശ്ശെയും എല്ലാം കൂടെ ചേർത്ത്. ലേവിയുടെ 120. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലേവിയുടേത് വേറെ കൊടുക്കുന്നുണ്ട്, ലേവിക്ക് വേറെ ഉണ്ട്. അത് ഞാൻ ആ ഭാഗത്തോട്ട് പിന്നെ വരാം. സ്തോത്രം. അത് യോശുവയുടെ പുസ്തകം എടുക്കണം. 40 പട്ടണോ 60 പട്ടണോ അതിന് ചേർത്തുള്ള പ്രാന്തപ്രദേശങ്ങളും പുൽപ്പുറങ്ങളും കൊടുത്ത് പഠിച്ച് അത് പിന്നെ ലേവി വേറെ ദശാംശം കൊടുക്കണം. അത് വേറെ വിഷയം. അപ്പൊ ശ്രദ്ധിക്കുക, ആവർത്തനത്തിൽ മോശ അനുഗ്രഹിച്ചു, യഹോവ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദാസന്മാരോട് ഒരു കാര്യം പറയാ. മുഖം നോക്കാതെ, പണം നോക്കാതെ, അവൻ സ്വന്തം വ്യക്തി പൂജ നടത്താതെ, അവൻ ആളും ഒന്നും നോക്കാതെ ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് വചനം കാത്താൽ നിന്റെ ധനത്തെ ദൈവം അനുഗ്രഹിക്കും. അറിയാത്ത വഴികളെ ദൈവം തുറക്കും. അതൊക്കെ അനുഭവിക്കുന്ന ദൈവദാസന്മാരായി ഇവിടെ ഇരിക്കുന്നവര് അവൻ പ്രൈസ് ദി ലോർഡ് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. സമയം ദൈവത്തിന്റെ മഹത്വം. ലേവി തക്കത്തിൽ ഉപയോഗിച്ചു. പൗരോഗത്തെ ആരക്കെട്ടുറപ്പിച്ചു. അവന്റെ ധനത്തെ അനുഗ്രഹിച്ചു. ജനത്തോട് പറഞ്ഞ അവനിടയ്ക്ക് ചെന്ന് ഉപദേശം. അതാ മലാക്കിയില് പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അതിരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇവനെ ഒറ്റ യോഗത്തിന് വിളിക്കാതെ ഇവന്റെ യോഗത്തിന് കൂടാതെ ഇരുന്ന സകല എണ്ണോ ഇപ്പൊ ലേവിയുടെ ചെല്ലുക. അച്ചായ എങ്ങനെയാ മറ്റേ വിഷയത്തിന്റെ ആലോചന? ലേവി ഇപ്പൊ പറഞ്ഞു കൊടുക്കുക. നീ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ, മുട്ടയിലിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഇത് തിരിച്ചു മറിച്ചു കൊണ്ടുവരും. നിന്നെ ദൈവം ഉയർത്തും. നിന്റെ സന്തതിയെ ദൈവം ഉയർത്തും. നിന്റെ ധനത്തെ ദൈവം അനുഗ്രഹിക്കും. അടുത്ത വാക്യത്തിലുണ്ട് അവന്റെ എതിരികളെ. അടുത്ത വാക്യം വായിച്ച് യഹോവയെ അവന്റെ ലേവിയുടെ ധനത്തെ അനുഗ്രഹിക്കണമേ. അടുത്തത് അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവന്റെ എതിരികളും അവനെ ദേഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ അരകളെ തകർത്ത് എന്ന് പറഞ്ഞാൽ ഇവനെ പകയ്ക്കുന്നവരും ദേഷിക്കുന്നവരുണ്ട്. അവരെ ദൈവം ഒതുക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ദൂത് പറയാ. നമുക്കെതിരെ വിരോധമായി, നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്കും കുടുംബത്തിനും വിരോധമായി തന്ത്രങ്ങളും കരുക്കളും ഒരുക്കുന്ന വ്യക്തികൾ കാണും. നീ മറുപടി പറയാൻ പോകരുത്, എതിർക്കാൻ പോകരുത്, ഒലക്കാൻ പോകരുത്. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നിന്റെ എതിരുകളെ ദൈവം ഒരുക്കും. നിന്റെ ധനത്തെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ മേൽ ഉപദേശം തന്ന് അനേകർ നിന്റെ അടുക്കൽ വന്ന് ഉപദേശം പ്രാപിക്കുവാനും പഠിക്കുവാനും ദൈവം ഇടയാക്കും. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഒരു കാര്യത്തോടെ പറഞ്ഞങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം.
യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബുലൂൺ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ദൈവം നിനക്ക് മഹത്വം വരുത്തും. ദൈവത്തിന് മഹത്വം. ഇപ്പോഴത്തെ ഹീനതയും അപാകതയും ന്യൂനതയും പോരായ്മയെല്ലാം ദൈവം മാറ്റി എനിക്കും നിനക്കും സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ദൈവം അത് മഹത്വമാക്കി തീർക്കും. നിന്ന് പറയേണ്ട ഭാഗമാ, വിസ്തരിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. ഈ സ്ഥലം, ഈ സ്ഥലങ്ങളെല്ലാം സെബുലൂനും നഫ്താലിക്കും അവകാശമായി കിട്ടിയ സ്ഥലങ്ങളാണ്. ഏതാ? ഈ ഗലീലയും. ആ സ്ഥലത്തിന് കാബൂൽ ദേശം എന്നൊക്കെയാ പറയുന്നത്. അത്ര നല്ല സ്ഥലമല്ല. സ്ഥലത്തിന്റെ അപാകതയാണ് മുമ്പേ വായിച്ചത്. ഒന്നുകൂടെ വായിച്ചേ മോളെ. കുഴപ്പടിയുള്ള സ്ഥലമാ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന്, അപ്പൊ ഈ കഷ്ടതയുള്ള ദേശമാ. 2 തിമിരമുള്ള ദേശം. തിമിരമുള്ള ദേശം. 3 പണ്ടവൻ സെബുലൂൺ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനതയുള്ള ദേശമാ. അടുത്തത് പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഇരുട്ടിലുള്ള ദേശമാണ്. അപ്പം തിമിരമുള്ളത്, ഇരുട്ടുള്ളത്, ഹീനതയുള്ള ഒത്തിരി ദേശമായി ദേശം. പക്ഷേ ഈ ദേശത്തിന് ദൈവം മഹത്വം വരുത്തും. അതെന്നാ കാരണം? ഈ ദേശമെല്ലാം സെബുലൂനും നഫ്താലിക്കും അവകാശമായി കൊടുത്ത സ്ഥലങ്ങളാ. ആരായി സെബുലൂനും നഫ്താലിയും? അയ്യോ, നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നഫ്താലി ലേയായിൽ കൂടി ജനിച്ചതാ. വായിച്ചേ. 30-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 30-7 പെട്ടെന്ന്. റാഹേലിന്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ എന്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുത് ജയിച്ചിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു. നഫ്താലി ദാസിയുടെ മകനാ. പരിവക്കേടാ. ദാസിയുടെ മകനാ. വിവരിക്കുന്നില്ല. ഒത്തിരി വേറെ വാക്യം ചേർക്കണം. വിവരിക്കുന്നില്ല. ദാസിയുടെ മകൻ ആര്? നഫ്താലി. ഇനി സെബുലൂനോ? വായിച്ചേ. 19-ാം വാക്യം. 30-19. ലേയ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് ആറാമതൊരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കും. ഞാൻ അവന് 6 മക്കളെ പ്രസവിച്ചല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബുലൂൻ എന്ന് പേരിട്ടു. അപ്പൊ വിവരിക്കുന്നില്ല. നഫ്താലിയും സെബുലൂനും. 1 ദാസിയുടെ കൊച്ചൻ, 2 അനിഷ്ടയുടെ പുത്രൻ. ലേയ അനിഷ്ടയാ. 2 എൻ്റെ ഭാഷയെ പറഞ്ഞ പരിവക്കേടാ. 1 ദാസിയുടെ മകനും 2 അനിഷ്ടയുടേതും. സെബുലൂനും നഫ്താലി. ഈ സഭ കൂടുമ്പോഴൊക്കെ ഇവരെ ആ രീതിയിലൊക്കെ കാണും. ഈ നമ്മുടെ സഭയും കൂടുമ്പോൾ അങ്ങനെ കാണുമല്ലോ. കാണും. എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, പുള്ളി നമ്മുടെ സഭയിൽ? നമ്മുടെ സഭയിലാ. മറ്റേതാ? എന്നോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങളോട് വല്ലതും പറഞ്ഞോന്ന് എനിക്കറിയാൻ മേല. ഞാൻ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, അവർ നമ്മുടെ സഭയിലല്ലേ? ഉടനെ എടുത്ത വായിടും. അവർ പറഞ്ഞ അതുപോലെ അങ്ങ് പറയാം. അവർ പറഞ്ഞത് അതുപോലെ. ഞാൻ ഒപ്പിച്ചതല്ല. എൻ്റെ ഒങ്ങായിക്ക് പിടിക്കാൻ വരരുത്. അവർ പറഞ്ഞത് അതുപോലെ പറയാം. അതേ, മരക്കാന്മാരാണ്. എന്നോട് പറഞ്ഞതാ. ഞാൻ പിന്നത്തേതിൽ ചോദിച്ചു. ഒടുവിൽ റാന്നിയിൽ വെള്ളം പൊങ്ങി തൊലയാൻ നേരത്ത് അവർ വള്ളമായിട്ട് വന്ന ഈ വലിയ കുട്ടത്തി പോലുള്ള തള്ളെ. തമാശ പറഞ്ഞതല്ല. അവര് കനാനായക്കാരിയാ. എന്നാ പറഞ്ഞ മരക്കാന്മാരാണ്. വെള്ളം പൊങ്ങി 2 നിലയുടെ മണ്ടേ കയറി ഈ പന്ന തള്ള വെള്ളം കുടിച്ച് തൊലയാൻ നേരത്തെ ഒരു ഇങ്ങോട്ട് നോക്കിയേ, ഒരു 10 മിനിറ്റും കൂടെ എടുക്കുക. ഗുണമാകട്ടെ. ഇവർ
ആക്ഷേപിച്ച ആ മാന്യ സഹോദരന്മാര് വള്ളവുമായിട്ട് വന്ന രക്ഷിച്ചത്. അങ്ങനെയൊക്കെ നമ്മുടെ ഉണ്ട് ആക്ഷേപിക്കുന്നവര്, ഇല്ലേ? ഉണ്ട്. ചെല്ല് പറയും, നിങ്ങളുടെ ഭാഷ ആരാ? ഞങ്ങളുടെ ഭാഷ ജോയിക്കുട്ടിയാ, എവിടുത്തുകാരനാ. എന്നുവെച്ചാൽ ഈ മറുഭാഷ ഇനിയും ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. സഭ കൂടുമ്പോൾ ആക്ഷേപിക്കുമെന്ന്. നഫ്താലി, ഓ അവിടെ ദാസിയുടേതാണ്. ആരുടെ? ഓ റൈച്ചലിൻ്റെ. സെബുലൂൻ, ഓ നല്ല കണ്ണുള്ള തള്ളയുടെ ഒന്നും അല്ലെന്ന്. ആരുടെ? ഓ ലേയാമ്മയുടെ. ഇവരെ ആക്ഷേപിക്കുകയും ഒതുക്കുകയൊക്കെ ചെയ്യാം. വേറെ വാക്യങ്ങൾ, അനിഷ്ടയുടെ മക്കളുടെ കാര്യങ്ങൾ, ഇഷ്ടയുടെ മക്കളുടെ കാര്യം ആവർത്തന പുസ്തകത്തിൽ വാക്യമുണ്ട്, ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഒരുത്തൻ അനിഷ്ടയുടെ പുത്രനും ഒരുത്തൻ ദാസിയുടെ മകനും, രണ്ടും പരുവക്കേടാ. പക്ഷേ ഒരു കാര്യം പറയാ, ഇവർ രണ്ടുപേരും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതൊക്കെ വിസ്തരിക്കേണ്ട ഭാഗമാണേലും പോയിന്റ് മാത്രം പറയാം. നിങ്ങൾക്ക് അറിയാൻ പോയിന്റ് ഇല്ല, നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഒരു പോയിന്റും ഇല്ല. എനിക്ക് അറിയാൻ മേലാത്ത പോയിന്റും അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം ഇതൊന്നും അല്ലല്ലോ പോയിന്റ്, വേറെ പോയിന്റ്. ആട്ടെ, എനിക്ക് കിട്ടിയ പോയിന്റ് പറയാം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഒരുത്തൻ അനിഷ്ടയുടെ പുത്രനും ഒരുത്തൻ ദാസുകളുടെ മകനും. പക്ഷെ രണ്ടുപേരും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എങ്ങനെ ഉപയോഗിച്ചു? അവൻ വിവരിക്കുന്നില്ല. സീസർ എന്ന് പറയുന്ന യാബീന്റെ സേനാപതി സീസര 900 ഇരുമ്പ് രഥങ്ങളുമായി ചില വർഷങ്ങളായിട്ട് ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുക. ഇവനെ പേടിച്ചും ഇവനെ ഭയപ്പെട്ട് ജനമെല്ലാം അവൻ അസ്വസ്ഥതപ്പെടുകയാണ്. അങ്ങനെ 900 ഇരുമ്പരഥമായിട്ട് ദൈവമക്കളെ പീഡിപ്പിക്കുന്ന യാബീന്റെ സേനാപതി സീസര, ഇവൻ ദീർഘനാളുകളായി ഇവരെ പീഡിപ്പിച്ചും പേടിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ലപ്പിദോത്തിന്റെ ഭാര്യ ദബോര, അവൾ ആത്മാവി പ്രവചിച്ച് അവൻ സ്തോത്രം ബാരാക്കിനോട് പറഞ്ഞു, ബാരാക്ക് നീ സീസറയുടെമായി യുദ്ധം ചെയ്യണം. അവൻ പ്രൈസ് ദി ലോർഡ്, യഹോവ സീസറയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൂത് കേട്ട ബാരാക്ക് പറഞ്ഞു, അമ്മാമേ ദൂതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അമ്മാമയും കൂടെ ഞങ്ങളുടെ കൂടെ, അങ്ങനെ പറയുന്ന ചിലരുണ്ട്. എന്നാലും അമ്മാമയും കൂടെ ഒന്ന് അമ്മാമയുടെ വാങ്ങൽ നിൽക്കുക. ഇവരെന്നാലും പോകണ്ടേ യുദ്ധം ചെയ്യാൻ? ഉടനെ പറഞ്ഞു അമ്മാമയും കൂടെ ഞങ്ങളുടെ കൂടെ വരാൻ. ആട്ടെ, ഉടനെ ദൂത് തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുക്കും. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഈ ദെബോരയും ബാരാക്കും, അടുത്ത പദമുണ്ട്, നഫ്താലിയുടെയും സെബുലൂന്റെയും ഗോത്രത്തിൽപ്പെട്ട 10,000 പേരും കൂടെ ഇവർ താബോർ മലയുടെ മുകളിൽ കയറി. എൻ്റെ ഭാഷ പറഞ്ഞ് എന്തിനാണെന്നറിയാമോ? ദൈവത്തെ ആരാധിക്കാൻ പോയി. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം വന്നപ്പോൾ സീസറിയുമായി യുദ്ധം ചെയ്യുവാൻ, സീസറിയോട് പോരാടുവാൻ സമയം തക്കത്തിൽ ഉപയോഗിച്ച 2 ഗോത്രമാ, സെബുലൂനും നഫ്താലിയും. ദാസിയുടെ മകനാ, അനിഷ്ടയുടെ മക്കളാ. പക്ഷേ അയ്യോ, ഞാൻ അനിഷ്ടയുടെ മകനാ, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ ദാസിയുടെ മകനാ, എന്നെ ആരും രക്ഷപ്പെടുത്തുകയല്ല. നീ അങ്ങനെ പറഞ്ഞിരിക്കരുത്. നിനക്ക് അവസരം കിട്ടുമ്പോൾ കയറി അകത്ത് കയറണം. ഞാൻ ദാസികടയാ, അനിഷ്ടകിടയാ. യോ, ഞങ്ങളുടെ വീട്ടുകാരും പെന്തിക്കോസിലില്ല, എൻ്റെ അപ്പനോ ഉപ്പാപ്പനോ ആരും സെൻട്രൽ പാസ്റ്റർമാരല്ല, ഞങ്ങൾക്ക് ആരുമില്ല, അമേരിക്കയിലും പാർഷ്യയിലും കാനഡയിലും ഒന്നുമില്ല, നീ അങ്ങനെ പറഞ്ഞിരിക്കരുത്. നിനക്ക് അവസരം കിട്ടുമ്പോൾ ദൈവത്തെ ആരാധിക്കണം. നഫ്താലിയും സെബുലൂനും ചാടിക്കേറി താബോർ മലയുടെ മുകളിൽ ഇവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ദബോര ദൂത് പറഞ്ഞു, ബാരാക്ക് ബലപ്പെട്ടു. ഇവര് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഇവർക്ക് വേണ്ടി താഴ്വരയിൽ യുദ്ധം ചെയ്തു. നക്ഷത്രങ്ങൾ പൊരുതി, അവ സീസരയുമായി സ്വഗതികൾ പൊരുതി. അന്ന് വൽഗത്തത്താൽ കുതിരക്കുളമ്പ് ഖട്ടനം ചെയ്തു. പുരാതന നദിയാൻ കീശോന്തോട് തള്ളിയവരെ ഒടുക്കിക്കൊണ്ടുപോയി. എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക. എന്തിനേറെ ഒറ്റ വാക്കി പറഞ്ഞ ഭാഗം വിടാ. ഇവര് താബോർ മലയുടെ മുകളിൽ ദൈവത്തെ ആരാധിച്ചു. മിടുക്കന്മാരാരും പോയില്ല. മിടുക്കന്മാരാരും പോയില്ല. അവർ സമയം തക്കത്തിൽ ഉപയോഗിച്ചില്ല. വായിച്ചേ, 13 മുതൽ വായിച്ചേ.
5:13. ന്യായാധിപന്മാർ 5:13 അല്ല 6 മുതൽ വായിച്ചു. ന്യായാധിപന്മാർ 5:6 മുതൽ വായിച്ചു. അനാത്തിൻ പുത്രനായ ശങ്കരൻ നാളിലെ യായേലും കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടി നടന്നു. ദബോരയാകുന്ന ഞാൻ എഴുന്നേക്കും വരെ ഇസ്രയേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രയേലി ശേഷമില്ല. അവർ നൂതന ദേവന്മാരെ വരിച്ചു. ഗോപുരത്തുവാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന് 40,000 മധ്യ പരിചയം കുന്തവും. അടുത്ത വാക്യം വായിക്കും മോളെ. എന്റെ ഹൃദയം ഇസ്രായേൽ നായകന്മാരോട് പറ്റുന്നു. ജനത്തിലെ സ്വമേധാ സേവകർ. ഇനി 13 മുതൽ വായിച്ചു. 13 മുതൽ. അന്ന് ശ്രേഷ്ഠന്മാരുടെ ചിട്ടവും പടജനവും എനിക്കായിട്ട് ഇറങ്ങി വന്ന് വീരന്മാരുടെ മധ്യ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. അടുത്തത് എഫ്രയീം എന്ന അമാലേക്കിൽ വേരുള്ളവരും ബെന്യാമീനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ മാഹീരിൽ നിന്ന് നായക ദണ്ഡധാരികൾ, സെബുലൂനിൽ നിന്ന് ദണ്ഡധാരികളും വന്ന്. അടുത്ത വാക്യം. രൂപേന്റെ നീർച്ചാലുകൾക്കരികെ കനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുടിലോത്ത് കൊടുക്കാൻ നീ തൊടുത്തുകൾക്കിടയിൽ താമസിച്ച് കിടക്കുന്നത് എന്ത്? രൂപേന്റെ നീർച്ചാലുകൾക്കരികെ കനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. വായിച്ചു. ഗിലെയാദ് യോർദാൻ അക്കരെ പാർത്തു. പിന്നെ ദാൻ കപ്പലുകൾക്ക് അരികെ സമീപത്ത്. പിന്നെ അടുത്തത് ആശേർ സമുദ്രത്തിൽ അനങ്ങാതിരുന്നു. യോഗത്തിന് വരും, അനങ്ങുകയല്ല. ഇതുവരെ അനങ്ങിയില്ലല്ലോ. ഇനി അനങ്ങണ്ട, വേണ്ട അനങ്ങാതിരുന്നു. വരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അനങ്ങണ്ട. അടുത്തത് തുറമുഖങ്ങൾക്കകത്ത് പാർത്തുകൊണ്ട് അങ്ങ് ഇരുന്നോ. അടുത്തത് സെബുലൂൻ പ്രാണനെ ത്യജിച്ച് ഞാൻ നഫ്താലി പോർക്കളമേടുകൾ തന്നെ. അടുത്ത വാക്യം. രാജാക്കന്മാർ പൊരുതു. അവര് താനാക്കൽ വെച്ച് മെഗിദ്ധോ വെള്ളത്തിൻ്റെ പൊരുതുക. വെള്ളി അങ്ങ് അവർക്ക് കൊള്ളയായി തീർന്നു. അടുത്ത വാക്യം. ആകാശ നക്ഷത്രങ്ങൾ പൊരുതു. അവർ സീസനുമായി സ്വഗതികളിൽ പൊരുതു. അടുത്ത വാക്യം. കീശോൻ തോട് പുരാതന നദി ഞാൻ കീശോൻ തോട് തള്ളി അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. അടുത്തത്. എന്മനമേ നീ ബലത്തോടെ നടകൊള്ളുക. അടുത്തത്. അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടണം ചെയ്തു. എല്ലാം വ്യാഖ്യാനിക്കാനും പറയാനും നേരമില്ല. ചുരുക്കി പറഞ്ഞാൽ മിടുക്കന്മാരാരും ഈ യുദ്ധത്തിന് പോയില്ല. രൂപൻ കണക്ക് കൂട്ടി. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സമയം തക്കത്തിൽ ഉപയോഗിച്ചില്ല. രൂപൻ കണക്ക് കൂട്ടുക. നമ്മൾ ഈ യോഗത്തിന് പോയാൽ നമുക്കെന്തുകൊണ്ട് ഗുണം? നമ്മുടെ വണ്ടി ചിലപ്പോൾ എടുക്കേണ്ടി വരും. നമ്മുടെ വണ്ടി എടുത്താൽ ചിലപ്പോൾ അപ്പുറേ പാപ്പച്ചായനും അമ്മാമ്മയും നമ്മുടെ കൂടെ വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വണ്ടി എടുക്കാതിരിക്കുന്നതായിരിക്കും. പാപ്പച്ചായൻ പെട്രോൾ അടിക്കാൻ 10 പൈസ തരുമെന്ന് ആയുസിൽ ചിന്തിക്കണ്ട. പറഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുപോകാതിരിക്കാനും ഒക്കത്തില്ല. തന്നെയല്ല ചിലപ്പോൾ സ്വോത്രം കാഴ്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. യോഗത്തിന് പോകാതിരിക്കുന്നതാ അവൻ വന്നില്ല. കനവേറിയ മനോനിർണയങ്ങളാ. ആശേർ അവൻ അനങ്ങാതെ എല്ലാ യോഗത്തിനും ഉണ്ട്. തുടങ്ങി അന്ന് മുതലുണ്ട്. അനക്കമൊന്നുമില്ല. പുറകെ വന്നപ്പോൾ അമ്മി ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇടയ്ക്ക് ആ ബ്രോയിലർ കോഴിയെ കൊല്ലാൻ പിടിക്കും. അത്രേ ഉള്ളൂ. പിടിക്കാന്ന് 2 ഇക്കിളിന് അവനും വന്ന് ഇരിപ്പുണ്ട്. എന്നാലും ഇരിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. അതെ, ഈ മിടുക്കന്മാരെല്ലാം ഉഴപ്പി. എഫ്രയീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവർ. എഫ്രയീമിന്റെ പേര് അമാലേക്കിൽ ഇറങ്ങി. അവനും വരുന്നില്ല. വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടി ഉണ്ടോ, നേരായ വഴി കൂടെ വരുന്നില്ല. എല്ലാം വിവരിക്കുന്നില്ല. ഈ മിടുക്കന്മാരും ഉന്നതന്മാരുമല്ല ഉഴപ്പിയും അവൻ അസ്വസ്ഥതപ്പെട്ടു പോയപ്പോൾ സെബുലൂനും നഫ്താലിയും പ്രാണനെ ത്യജിച്ചു. അവര് പ്രാണനെ വലിയേറുതായിട്ട് എണ്ണാതെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദൈവം അത് കുറിച്ചു വെച്ചു. മാത്രമാണോ, ഇനിയുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു. ദാവീദിന്റെ കാലം ഭരണം വന്നപ്പോൾ ശൗല് പെട്ടകത്തെ ഗണ്യമാക്കിയില്ല. ശൗലിന്റെ കാലത്ത് ദാവീദിനെ ഗണ്യമാക്കിയില്ലല്ലോ പെട്ടകവേ. പുള്ളിക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. പുള്ളിക്ക് ആരാധനയൊന്നും, പുള്ളിക്ക് മാതളപ്പഴം കഴിക്കണം, മിക്രോനിൽ പോയി ഇങ്ങനെ അങ്ങനെ 14 ഫെലിസ്തീൻ പട്ടാളം വന്ന് പടയിറങ്ങി കിടക്കുക. പുള്ളി എന്നാലും പറയാം, നമുക്ക് ബീഗാലാൻഡ് വരെ ഒന്ന് പോകണം, പിന്നെ ഒക്കുന്നെങ്കിൽ നമുക്ക് തേക്കടിയിലൊന്ന് പോകണം, പിന്നെ സുഖവാസം അന്വേഷിച്ചു, പിന്നെ നമുക്ക് നല്ല മന്തി കിട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ. ശൗൽ ഇതൊന്നും ഗണ്യമാക്കുന്നില്ല. പക്ഷെ ദാവീദിന്റെ ഭരണം വന്നപ്പോൾ ദാവീദ് പറഞ്ഞു, നമുക്ക് പെട്ടകം കൊണ്ടുവരണം.
ആദ്യത്തെ പോക്കിൽ അപാകത വന്ന് വിസ്തരിക്കേണ്ട അറിയാമല്ലോ. രണ്ടാമത്തെ പോക്കിൽ വിശുദ്ധന്മാരുമായിട്ട് ചെന്ന് ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടകം ഇങ്ങനെ കൊണ്ടുവന്നു. ആ പെട്ടകം ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ സെബുലൂനും നഫ്താലിയും സമയം തക്കത്തിൽ വീണ്ടും ഉപയോഗിച്ചു. വായിച്ചേ 68-24 മുതൽ വായിച്ച സങ്കീർത്തനം 68-24 മുതൽ ആരൊക്കെ വന്നെന്നും എങ്ങനെയൊക്കെയാണ് അവിടെ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്തെ കണ്ട് എൻ്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിൻപ് നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. അടുത്തത് ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ നിങ്ങൾ സഭായോഗങ്ങളിൽ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവീൻ. അടുത്ത വാക്യം. അവിടെ അവരുടെ നായകനായ എറിയ ബെന്യാമീനെയും പിന്നെ യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും. മതി എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. അപ്പൊ സെബൂലൂനും നഫ്താലിയും ഈ പെട്ടകം ദാവീദ് കൊണ്ടുവന്നപ്പോൾ സെബൂലൂനും നഫ്താലിയും പെട്ടകത്തിന്റെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണം, ദാസികയുടെ മകനാ, അനിഷ്ടയുടെ മകനാ. അനിഷ്ടയുടെയും ദാസികയുടെയും പിള്ളേരാന്നും പറഞ്ഞു ഉഴപ്പിയില്ല, അകന്നു നിന്നില്ല. അവൻ താബോർ മലയിൽ ആരാധിക്കാൻ ചെന്നു. പെട്ടകം കൊണ്ടുവന്നപ്പോൾ അവരും കൂടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വർഗം ഇത് മുദ്ര വെച്ചു. അവർ രണ്ടു കൂട്ടരും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് ഒറ്റ വാക്ക് പറയാം, ഈ ദേശം ഇരുട്ടും തിമിരവും അന്ധതയുള്ള ദേശമാണ്. ദൈവം തമ്പുരാൻ അതിൻ്റെ അന്ധതയും ഹീനതയും മാറ്റി മഹത്വം കൊണ്ട് കൊടുത്തു. നീ ദൈവത്തെ ആരാധിച്ചാൽ നിനക്ക് നിന്റെ സന്തതിക്കും മഹത്വമാണ്. നീ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ സകല ഹീനതയും ദൈവം മാറ്റിത്തരും. നീ അവൻ സമയം തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തെ ആരാധിച്ചാൽ അന്ധകാരത്തെ ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. അന്ധതമസിനെ ദൈവം മാറ്റും. നിന്റെ ഹീനത ദൈവം മാറ്റും. ഹല്ലേലൂയ. പണം കൊണ്ടും പൊളിറ്റിക്കൽ ബലം കൊണ്ടും സാമുദായിക ബലം കൊണ്ടും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും കായബലം കൊണ്ടും നടക്കാത്ത വിഷയം നീ സമയം തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ ഹീനതയെ ദൈവം മാറ്റും, അപാകതകളെ ദൈവം മാറ്റും. സമയം തക്കത്തിൽ ഉപയോഗിച്ച് അടുത്തിരിക്കുന്നവർ ആരാധിക്കുന്നത് നമ്മുടെ വിഷയമല്ല, അടുത്തിരിക്കുന്നവർ നമ്മുടെ വിഷയമല്ല. ദൈവം നിനക്ക് അവസരം തരുമ്പോൾ, ദൈവം നിനക്ക് സാവകാശം തരുമ്പോൾ, ദൈവം നിനക്ക് സമയം തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. അതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഈ സെബൂലൂനും നഫ്താലിയും സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊണ്ട് വന്ന ഏറ്റവും വലിയ മഹിമ എന്നാണെന്നറിയാമോ? ഈ ഹീനതയും തിമിരവും ഇരുട്ടുമെല്ലാം മാറ്റി മഹത്വം കൊണ്ടുവന്നു. ഒറ്റ വാക്ക് പറഞ്ഞാൽ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ കന്നിപ്രസംഗം സെബൂലൂൻ്റെ നഫ്താലിയുടെ നാട്ടിലാണ്. ഇത് കൂടുതൽ എന്നാ ഭാഗ്യം ഉണ്ടാകാനാ? യഹൂദ സ്തുതി സ്തോത്രമൊക്കെ പറയുന്നവനാ, പക്ഷേ യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം അവിടെ അല്ല. രൂപൻ മൂപ്പ, ഭയങ്കര മൂപ്പ. ഞാൻ ഈ സഭയിലെ മൂത്തതാണ്, സെൻറ്ററിലെ മൂത്തതാണ്, ഈ ഏരിയയിലെ മൂത്തതാന്നേ നേരത്തെ ചത്തോണം. എന്തിനാ കണ്ടമാനം മൂത്തിരിക്കുന്നത്? ചുമ്മാ ബെടായി പറഞ്ഞിരിക്കുകയാണ് രൂപൻ. ബെന്യാൻ പറഞ്ഞ കടിച്ചു കീറും. എൻ്റെ അടുക്ക വന്നവരാരും ഇവിടെ ഇരുന്ന പാഷന്മാരൊക്കെ എന്നോട് ചോദിക്കാതെ കടിച്ചു. ഞാൻ എത്ര പേരെ കടിച്ചു? ഞാൻ കടിച്ചു കയറിയവരെല്ലാം പിന്നെ മലമാറിപ്പോയി. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. ചുമ്മാ ബെടായി പറഞ്ഞിരിക്കുക. പക്ഷേ നഫ്താലിയും സെബൂലൂനും ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സമയം തക്കത്തിൽ ഉപയോഗിച്ചപ്പോൾ ലോകരക്ഷകനാകുന്ന യേശുവിൻ്റെ ആദ്യത്തെ കന്നിപ്രസംഗം
വായിച്ചേ മോളെ 4:12 മത്തായി. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലേക്ക് വാങ്ങിപ്പോയി നസറേത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയിലുള്ള കഫർന്നഹൂമിൽ ചെന്ന് ഉണ്ടോ? സ്തോത്രം. 4 ആള് കൂടി അവർ തന്നെ ചുവന്നുകൊണ്ട് വന്ന് സ്തോത്രം. അന്നേരം വിടുതലായി. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ കന്നിപ്രസംഗം, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം. ഒരു കാര്യം പറയാ, നീ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ കുടുംബത്തിൽ യേശുവിന്റെ സാന്നിധ്യമാണ്. നീ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ നാട്ടിൽ യേശുവിന്റെ സാന്നിധ്യമാ. യേശു ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ നിരാശപ്പെടാനാ? യേശു ഉണ്ടെങ്കിൽ എന്തോ ഭാരപ്പെടാനാ? യേശു ഉണ്ടെങ്കിൽ എന്തോ ക്ലേശം ചിന്തിക്കാനാ? ഇന്ന് രാത്രി നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. സമയം നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ഓ ദൈവത്തിന് മഹത്വം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കേ. ഇനി ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ, ഇണയില്ല കൂറും പ്രഭു പോലെ രാപ്പകൽ ഞരങ്ങുന്നു സൂര്യലോകെ ചേരുവാൻ നാഥാ. ഞരങ്ങുന്നു സൂര്യലോകെ ചേരുവാൻ എന്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസയേറെയാകുമോ? വരവിനു താമസയേറെയോ? എന്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസയേറെയാകുമോ? വരവിനു താമസമേറെയോ? മകത്വത്തിൻ പ്രഭുവനിൽ വെളിച്ചത്തിൻ പ്രഭയിൽ ഞാൻ തൊലിച്ചങ്ങുയിരുളല്ല നീക്കിമേവുവാൻ വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്നെ. വെളിച്ചത്തിൻ സൂതനായി കാക്കണേ. മകത്വത്തിൻ പ്രഭുവനിൽ വെളിച്ചത്തിൻ പ്രഭയിൽ ഞാൻ തൊലിച്ചെങ്ങും ഇരുളല്ല നീക്കിമേവുവാൻ വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്നെ. വെളിച്ചത്തിൻ സൂതനായി കാക്കണേ. കരുണയോടാനിയാനും സദാകാല വിവാഹത്ത് ഒരുങ്ങുന്നു മണവാട്ടിയായി ശോഭിപ്പാൻ തിരഞ്ഞെടുത്തതുമോർത്തുവാഴ്ത്തുന്നേ എന്നെ. തിരഞ്ഞെടുത്തതുമോർത്തുവാഴ്ത്തുന്നേ എന്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസമേറെയാകുമോ? വരവിനു താമസമേറെയോ? എന്റെ മണവാളനെ, എന്നിൽ വരവിനു താമസയേറെയാകുമോ? വരവിനു താമസമേറെയോ? കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം.